നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഫർണിച്ചറിനെ കുറിച്ചാണ്. ഇതൊരു കോർണർ സെറ്റിയാണ് നമ്മൾ പണിയുന്നത്. ഇതിൻ്റെ പണി ഫുള്ള് തീർന്നിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കാരണം, ഈ ഫർണിച്ചർ വാങ്ങുന്നവർക്ക് ഇത് പണിയുന്നതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇത് വലിയ ഫർണിച്ചർ ഷോപ്പുകളിൽ നിന്ന് ഒരുമിച്ച് ഒരു വീടിൻ്റെ ഫുൾ ഐറ്റംസ് വാങ്ങുമ്പോൾ അവർക്ക് നല്ല വിലക്കുറവ് അനുഭവപ്പെടാറുണ്ട്. നല്ല വിലക്കുറവിലാണ് സാധനം കിട്ടുന്നത്. അപ്പം നമ്മൾ നാട്ടിൻപുറങ്ങളിൽ ആളുകളൊക്കെ ആയിട്ട് സഹകരിച്ച് വർക്കെടുത്ത് മുമ്പോട്ട് പോകുന്ന സാധാരണ കാർപ്പൻറ്റേഴ്സിന് ഈ മേഖലയിൽ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ആ ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മൾ ചെയ്യുന്നത് അത് ചീലാന്തിയുടെ തടിയാണെങ്കിലും തേക്കാണെങ്കിലും മഹാഗണിയാണെങ്കിലും ഏത് തടിയാണെങ്കിലും കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയാണ് നമ്മളത് ചെയ്യാറ്. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഈ കോർണർ സെറ്റിയുടെ കാല് ഏകദേശം ചീലാന്തിയാണ്. 2 ഇഞ്ച് 2.5 ഇഞ്ച് വീതി, 2 ഇഞ്ച് കനം ഉണ്ട് അങ്ങനെ എല്ലാ കാലിനും. പിന്നെ ചട്ടത്തിന് 1 ഇഞ്ച് കൂടുതൽ 1 നൂല് കനമുണ്ട്. താഴത്തെ ചട്ടത്തിന് 1.5 ഇഞ്ചിനടുത്ത് കനമുണ്ട്. ഇടയ്ക്ക് കൊടുക്കുന്ന 3/4 ഇഞ്ചിൻ്റെ വിളഞ്ഞ റീപ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ സ്ട്രെങ്തോടുകൂടി ചെയ്ത് നല്ല വിളഞ്ഞ് ചീലാന്തിയിലോ ഏത് തടിയിലായാലും ചെയ്തിട്ട് കാണിച്ച് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയ ഫർണിച്ചർ ഷോപ്പിൽ ചെന്നാൽ ഈ തുച്ഛമായിട്ടൊക്കെ കോർണർ സെറ്റിയൊക്കെ അവർക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതിനുള്ളിൽ ഏത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ കാണിക്കുകയില്ല അതിനുള്ളിൽ. കാരണം അവർക്കും അതങ്ങനെ കൊടുക്കാൻ പറ്റും. വളരെ ലാഭത്തിലാണ് അവർ കൊടുക്കുന്നത്. കനം കുറഞ്ഞ പലക സൈസ് ഫ്രെയിം കൂട്ടി അത് ഏത് തടിയാണെന്ന് കാണാത്ത രീതിയിൽ ഫുൾ കവർ സെറ്റി എന്ന പേരിൽ ഏത് മോഡലിലും കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അതിൻ്റെ കൂടെ ടീപ്പോ എല്ലാം കാണും. പക്ഷേ അത് നമ്മൾ ഇതുപോലെ നല്ല തടിയെടുത്ത് കനത്തിലും വീതിയിലും ചെയ്യുന്ന ഫർണിച്ചറുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കരുത്. ഇതിന് അത്രയും ക്യൂബിക്കടി തടി ആവശ്യമുണ്ട്. നല്ലൊരു തടി ആവശ്യമുണ്ട് കൂടുതലായിട്ട്. ഇത്രയും സാധനം പണിയണമെങ്കിൽ അത് പുറമേ കാണിക്കും. ഇതിൽ സീറ്റ് മാത്രമേ അപ്പോൾസറി ചെയ്യത്തുള്ളൂ. അത് നമ്മൾ പണിയുന്ന കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പണി തീരാനുണ്ട്. എല്ലാം നല്ല തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ടീപ്പോയും അതിൻ്റെ കൂടെ ഉള്ളതാണ്. എല്ലാം നല്ല കനത്ത പീസിലേ നമ്മൾ നാടൻ തടിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു വില വ്യത്യാസം വരും എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാര്യം അപ്പം ഇത് മേടിക്കുന്നവർ പറയും, നിങ്ങൾ വലിയ ഫർണിച്ചർ ഷോപ്പിനേക്കാളിലുമൊക്കെ എത്രയോ പൈസയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത്രയും തടി സ്ട്രോങ് ആയിട്ട് ചെയ്യുമ്പോൾ അത്രയും വില അതിന് തടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ലേബർ ചാർജ്. വലിയ ഷോപ്പിലൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ പറ്റത്തില്ല. എല്ലാം നല്ലതുപോലെ തുളയിട്ട് അതിൻ്റെ മുറിവത്തും കുടുമയൊക്കെ നല്ലതുപോലെ കയറ്റി അലകിൻ്റെ ആണിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റേടത്തെല്ലാം ഡ്രൈ വാൾ സ്ക്രൂവിൻ്റെ പണിയാണ് ഈ വിലയ്ക്ക് വരുന്ന ഫർണിച്ചറിന്. അപ്പം അതിൻ്റേതായ രീതിയിൽ അത്ര ക്വാളിറ്റിയോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സാധാരണ വലിയ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പൈസ തരേണ്ടി വരും. അപ്പോൾ അതൊരു അധികമായി നമ്മൾ ഈടാക്കുന്നതല്ല. അത്രയും
തടി ആവുന്നത് കൊണ്ടും പണിക്കൂലി ആവുന്നത് കൊണ്ടുമാണ്. അപ്പോൾ അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇനി പണിയുടെ വിശേഷങ്ങളും തടിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.